ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ പാർട്ട് 1 5 ലെസൺസ് ആണ്. അപ്പോൾ ആദ്യത്തെ ലെസൺ നോക്കാം, മണ്ണിൽ പൊന്നു വിളയിക്കാം. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ വിവിധ തരം പ്രത്യുൽപാദന രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പച്ചക്കറി തോട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരുപാട് പച്ചക്കറികൾ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് വിത്ത്, അതായത് വെണ്ടയുടെ വിത്ത് ശേഖരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ കൂടുതൽ സസ്യങ്ങളും ഉണ്ടാക്കിയെടുക്കാറ് അല്ലേ. അത് വിത്ത് പാകി മുളപ്പിച്ചിട്ട്, പക്ഷെ ചിലത് നമ്മൾ തണ്ട് മുറിച്ച് നടാറുണ്ട്, ചിലതാണെങ്കിൽ നമ്മൾ വേരുകളിൽ നിന്ന് മുളച്ച് വരാറുണ്ട് തന്നെ. അപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അതായത് വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. പിന്നെ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, പാർട്ടുകളിൽ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം. അതായത് സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമല്ലോ, അതാണ് കായിക പ്രജനനം. നമ്മൾ വിത്തിൽ നിന്നല്ലാതെ വേറെ ഭാഗങ്ങളിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കായിക പ്രജനനം. ഓക്കെ, അപ്പം നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും ഉണ്ടാക്കിയെടുക്കുന്നതിന് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം വഴി, അതായത് വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ ഇഷ്ടംപോലെ ചെടികളുണ്ട് അല്ല, വിത്തിൽ നിന്നുണ്ടാവുന്നവ. അപ്പം നമ്മൾ വെണ്ട, പയർ, കുമ്പളൻ, മത്തൻ, ഇതെല്ലാം ലൈംഗിക പ്രത്യുൽപാദനമാണ്, നമ്മൾ വിത്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കായിക പ്രജനനം വഴിയുള്ളതാണ് നമ്മൾ ചെമ്പരത്തി, മുല്ല, റോസ്, ഇതൊക്കെ നമ്മൾ കൊമ്പ് നട്ടിട്ടും, അതേപോലെ ഇലകളിൽ നിന്നുണ്ടാവുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, ഇലമുളച്ചി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ ഇലകളിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ചിലത് റൂട്ടിൽ നിന്നുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്ദ്യാർവട്ടം, കറിവേപ്പൊക്കെ ആണെങ്കിൽ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കായിക പ്രജനനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നത് വിവിധ തരം കായിക പ്രജനന രീതികളാണ്. എങ്ങനെയൊക്കെ നമുക്കതിനെ ചെയ്യാം, നമ്മളെങ്ങനെയൊക്കെ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തേത് പതിവയ്ക്കലാണ്. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്നുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ പതിവയ്ക്കലിൽ നമ്മൾ സാധാരണ മുല്ല, പിച്ചി, ചെമ്പരത്തി, റോസ്, ഇതിലൊക്കെയാണ് നമ്മൾ പതിവയ്ക്കൽ സാധാരണ ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ രണ്ടിൻ്റെയും പതിവയ്ക്കാനുള്ള അതായത് ഒരു കൊമ്പ് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ പുറമേത്തെ തൊലി നമ്മൾ ചെത്തി മാറ്റിയിട്ട് അതിൽ നമ്മൾ ചകിരിച്ചോറോ മറ്റേ മരപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, മില്ലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മരപ്പൊടിയൊക്കെ പൊത്തിയിട്ട് അതിനെ നമ്മളൊരു പോളിത്തീൻ കവർ കൊണ്ട് കെട്ടി വയ്ക്കുക. കുറേ ദിവസം കഴിയുമ്പോൾ അതിൽ വേര് വരും. അപ്പം നമുക്കതിനെ മുറിച്ചിട്ട് വേറെ ചെടിയാക്കിയിട്ട് മാറ്റി നടാം. ഈ ഒരു പ്രോസസ്സാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ മുല്ലയൊക്കെ ആണെങ്കിൽ വള്ളികളായിരിക്കും അല്ലേ. അപ്പം നിലത്തിനോട് ചേർന്ന് കിടക്കുന്ന വള്ളി ഇങ്ങനെ നമ്മൾ നിലത്തിലേക്ക്, മണ്ണിലേക്ക് അമർത്തി വെച്ച് അവിടെ വേര് മുളപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ വേര് വന്ന ചെടീനെ നമ്മൾ വേറെ കൊണ്ടുപോയിട്ട് നടാം. ഇങ്ങനെയും നമുക്ക് ലെയറിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ചെടികളും നമുക്ക് പതിവെച്ചിട്ട് വളർത്തിയെടുക്കാം. അതേപോലെ തന്നെ അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ ഇതിനുണ്ടായിരിക്കും. അതായത് വിത്ത് മുളച്ചുണ്ടാവണതിൻ്റെ അത്രയും അത്രയും കാലം ഉണ്ടാവില്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ ജീവിക്കുന്ന സസ്യങ്ങളായിരിക്കും. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും, ഇപ്പോൾ നമ്മൾ ഒരു മുല്ലയിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ആ മുല്ലയിലത്തെ പൂവിൻ്റെ അതേപോലെ തന്നെയുള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു പുതിയ ചെടീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ രോഗബാധയുള്ള ചെടിയൊക്കെ ആണെങ്കിൽ ഉണ്ടാവുന്ന ചെടികൾക്കും ആ രോഗം ഉണ്ടാവും. അതേപോലെ വിത്ത് മുളച്ച് ഉണ്ടാക്കുന്ന ചെടികളെയൊക്കെ വേഗത്തിൽ പൂക്കും കായ്ക്കും ചെയ്യും. അത് ഇതിൻ്റെ ഒരു മേന്മയാണ് കേട്ടോ. പിന്നെ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതും നമുക്ക് ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ അതിനൊരു തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനൊരു തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അതേപോലെ കൂടുതൽ പരിചരണവും ആവശ്യമായിട്ട് വരും ഇങ്ങനെ ലെയറിങ് വഴി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തതാണ് കൊമ്പ് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ പരസ്പരം ഒട്ടിച്ച് ചേർത്ത ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സസ്യങ്ങളെ നമ്മൾ പരസ്പരം ഒട്ടിച്ച് ചേർക്കുക.
ഇതാണ് ഒട്ടിക്കൽ, കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന 2 പ്ലാന്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്ന്, ഒരു പ്ലാന്റ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി, അതായത് ഏതിലാണോ ഒട്ടിക്കുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് മൂലകാണ്ഡം, നമ്മൾ വേരോട് കൂടെ എടുക്കുന്ന ചെടിയാണ് മൂലകാണ്ഡം. ഇനി നമ്മൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു കൊമ്പിനെ തിരഞ്ഞെടുക്കണം. ഒട്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൊമ്പാണ് നമ്മൾ സയോൺ എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്കും സയണും, അതിനെ നമ്മൾ സയണിനെ ഒട്ട് കമ്പ് എന്നാണ് പറയുക. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ മുകുളം ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അത് പറയാം, മുകുളത്തിൻ്റെ പറയാം. അതിന് മുന്നേ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഒട്ടിക്കൽ, കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് പുതിയ പ്ലാന്റായിട്ട് വളരുകയാണ് ചെയ്യേണ്ടത്. സയണിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കിയിട്ടാണ് നമ്മൾ രണ്ടിനെയും കൂടെ കൂട്ടിയൊട്ടിക്കുന്നത് കേട്ടോ. സയണിലും സ്റ്റോക്കിലും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂൽ കൊണ്ട് വരിഞ്ഞ് കെട്ടുക. അതിന് കെട്ടിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മൾ അതിന്ന് വേര് വന്നിട്ടുണ്ടാവും, രണ്ടും കൂടെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ മറ്റേ പാർട്ട് കട്ട് ചെയ്ത് നീക്കുകയാണ് ചെയ്യേണ്ടത്. 1 മാസം കൂടെ കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ച് മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കമ്പൊട്ടിക്കൽ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ മുകുളം ഒട്ടിക്കൽ, അതായത് ബഡ്ഡിങ്. നമ്മൾ കമ്പൊട്ടിച്ചതിന് പകരം മുകുളം എടുത്ത് ഒട്ടിക്കുന്ന മെത്തേഡാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ചെറിയൊരു മുകുളമാണ് നമ്മൾ T ഷേപ്പിലാണ് മറ്റേ ഒട്ടിക്കാൻ പോകുന്ന പ്ലാന്റിൽ നമ്മൾ T ആകൃതിയിലൊരു മുറിവുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുകുളം നമ്മളെടുത്തിട്ട് വെക്കുക. എന്നിട്ട് ആ T ഷേപ്പിലുള്ളത് അതേപോലെ അടച്ചു വെച്ച് നമ്മളതിനെ നന്നായിട്ട് കെട്ടിവെക്കാം. വെള്ളം കിടക്കാത്ത രീതിയിൽ കെട്ടിവെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ആ മുകുളം വളരാൻ തുടങ്ങും. അത് വളർന്നു കഴിഞ്ഞിട്ടാണ് അതിൽ നമുക്ക്, അതായത് ഒരേ പ്ലാന്റിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ ബഡ്ഡിങ് ആണ് ചെയ്യാറ്. അതായത് ഒരു കളറ് ചെമ്പരത്തിയിൽ ഇപ്പോൾ നമ്മൾ വേറൊരു കളറ് ചെമ്പരത്തിയുടെ മുകുളം ഒട്ടിക്കുകയാണെങ്കിൽ ആ ചെമ്പരത്തിയിൽ നമുക്ക് 2 കളറ് ചെമ്പരത്തി പൂക്കളും ഉണ്ടാവും. അത് റോസിലൊക്കെ കൂടുതലായിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഫ്ലവേഴ്സ് ഒരൊറ്റ പ്ലാന്റിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനാണ് ഈ ബഡ്ഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്: ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വർഗ്ഗസങ്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഉണ്ട്. വർഗ്ഗസങ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ചെടികളാണ് നമ്മളിതിന് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ചിലത് നല്ല വിളവ് കിട്ടുന്നതും ചിലത് വിളവ് കുറഞ്ഞതുമായിരിക്കും. നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല വിളവ് കിട്ടുന്ന ചെടി കിട്ടും. നമുക്ക് വിളവ് കിട്ടുന്ന മറ്റേ ചെടിക്ക് വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ചെടികളെ നമ്മൾ കൂട്ടിച്ചേർത്ത് പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാം. അതായത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ നല്ല വിത്തുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് കൃഷി ചെയ്യാനെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഗ്ഗസങ്കരണം വഴി കുറേ നമുക്ക് തെങ്ങുകളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 തെങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, വെസ്റ്റ് കോസ്റ്റ് ടാളും ചാവക്കാട് ഓറഞ്ചും. അപ്പോൾ ഈ വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്നത് നല്ല ഉയരം കൂടി 20-30 മീറ്റർ ഉയരമുള്ളതാണ്. മറ്റേതാണെങ്കിൽ ചാവക്കാട് ഓറഞ്ച് ആണെങ്കിൽ ഡ്വാർഫാണ്, ടാളല്ല. 8 to 10 മീറ്റർ വരെ ഉയരമുണ്ടാവുള്ളൂ. മറ്റേതാണെങ്കിൽ ആദ്യത്തെ 6 to 10 വർഷം കൊണ്ട് കായ്ഫലം. പക്ഷെ മറ്റേത് ചാവക്കാട് ഓറഞ്ച് ആണെങ്കിൽ 4-5 കൊല്ലത്തിനുള്ളിൽ കായ്ഫലം തരും. പിന്നെ മറ്റേത് 80 to 100 വർഷം വരെ ആയുസ്സുണ്ട്. പക്ഷേ ഇതിനാണെങ്കിൽ 30-35 വർഷം വരെ ആയുസ്സുള്ളൂ. ഇനി പച്ച നിറമുള്ള തേങ്ങയാണ് ആദ്യത്തേതിൽ, മറ്റേതിലാണെങ്കിൽ മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങകളൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർഗ്ഗസങ്കരണം വഴി വെറൈറ്റി തെങ്ങുകളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, സങ്കരയിനം തെങ്ങുകളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ചന്ദ്രലക്ഷ, അതായത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ചന്ദ്രലക്ഷ എന്നു പേരുള്ള സങ്കരയിനം തെങ്ങ്. ഇനി അടുത്തത് ചന്ദ്രശങ്കര, ഇതും ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ഇനി ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്തം തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, T/D. അതായത് ടാളും ഡാർഫും കൂടെ അവിടെ വർഗ്ഗസങ്കരണം ചെയ്തിട്ടാണ് പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ തെങ്ങിൽ മാത്രമല്ല നെല്ലും പച്ചക്കറിയിലും ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നെല്ലിൽ കുറച്ച് വെറൈറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ഇതൊക്കെ നെല്ലിൻ്റെ വെറൈറ്റീസാണ്. പിന്നെ പയറിൻ്റെ വെറൈറ്റീസാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതൊക്കെ പച്ചമുളകിൻ്റെ വെറൈറ്റീസാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇതൊക്കെ പിന്നെ വെണ്ടയുടെ വെറൈറ്റീസാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. ഇതൊക്കെയാണ് തക്കാളിയുടെ വെറൈറ്റീസ്. ഓക്കെ. അപ്പോൾ ഈ വെറൈറ്റീസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ കുറച്ച് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരുകൾ നോക്കി വയ്ക്കുക. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇത്രയുമാണ് ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ കുറച്ച് കൃഷി രീതികളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഇടവേള കൃഷി എന്ന് പറയുമല്ലോ, അതായത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വിളയുടെ ഇടയിൽ കൂടെ വേറൊരു വിള കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വാഴയുടെ ഇടയിൽ കൂടെ ചേമ്പ്, ചേന ഇതൊക്കെ വെക്കുന്നതാണ് ഇടവിളയായിട്ട് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ്റർ ക്രോപ്പ് എന്നാണ് ഇതിന് പറയുക. അപ്പം മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വരുന്നത് വിളപര്യായം എന്നതാണ്. അതായത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിച്ച് ചെയ്യുന്നത്, അതാണ് വിളപര്യായം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയറ്, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത്. അതായത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യാം, അതാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, വിളപര്യായം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ, നമ്മൾ നെൽപ്പാടത്ത് നമ്മൾ പയറും ഉഴുന്നൊക്കെ കൃഷി ചെയ്യുമല്ലോ, അതേപോലെ എള്ള് കൃഷി ചെയ്യും. ഇതിനൊക്കെയാണ് വിളപര്യായം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ പയറൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള ബാക്ടീരിയകളുണ്ട് അതിൻ്റെ റൂട്ടിൽ. അതായത് പയറുവർഗ്ഗത്തിൽ പെട്ട ചെടികളുടെ റൂട്ടിൽ ഇങ്ങനെ ചെറിയ മുഴകൾ പോലെ കാണും. അത് റൈസോബിയം എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകളാണ് അതിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയകൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളാണ്. അപ്പോൾ ഈ ബാക്ടീരിയകൾ നൈട്രേറ്റ് ആക്കി മാറ്റി പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇത് മൊത്തത്തിൽ നൈട്രജൻ്റെ അളവ് മണ്ണിൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പയറ് വിളകൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണിലെ നൈട്രജൻ്റെ അളവൊക്കെ കൂടും. അപ്പോൾ അത് മണ്ണിന് നല്ലതാണ്. പിന്നത്തെ പ്രാവശ്യം നെല്ല് കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടും ചെയ്യും. പിന്നെ ഈ കോളത്തിലൊന്ന് നോക്കാം, ഫുക്കുവോക്ക, അതായത് മസനോബോ ഹുക്കുവോക്ക, അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് ജൈവ കൃഷി ഗവേഷകൻ എന്ന് ഒക്കെ വേണമെങ്കിൽ പറയാം. ജപ്പാനിലെ പ്രസിദ്ധനായ ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക്ക. അപ്പോൾ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ജൈവ കൃഷി ഗവേഷകനാണ്. പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചില ജൈവ കീടനാശിനികളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ബയോപെസ്റ്റിസൈഡ്സ്, അതായത് പെസ്റ്റിനെയൊക്കെ കീടങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികളാണ്. അപ്പോൾ ആദ്യത്തെ പുകയില കഷായം, നമ്മൾ പുകയില മുറുക്കാൻ ഉപയോഗിക്കുന്ന പുകയില ഉണ്ടല്ലോ, അപ്പോൾ അതും പുകയിലയുടെ കൂടെ ബാർ സോപ്പും കൂടെ ചീകിയിട്ടിട്ടുണ്ടാക്കുന്ന ഒരു കീടനാശിനിയാണ് പുകയില കഷായം. അപ്പോൾ ഇത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ നേർപ്പിച്ചിട്ട് സസ്യങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ വേപ്പെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന വേപ്പിൻ പിണ്ണാക്കും ആവണക്കും പിണ്ണാക്കൊക്കെ നമ്മൾ മണ്ണിൽ ചേർക്കുന്നത്
മണ്ണിൽ വരുന്ന വിരകളെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. പിന്നെ വേപ്പെണ്ണ എമൽഷൻ, അതായത് സോപ്പും വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് വേപ്പെണ്ണ എമൽഷൻ. ഇതും ചില കീടങ്ങളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രധാന ജൈവ വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചാണകം, പച്ചിലവളം, കോഴിക്കാട്ടം, കമ്പോസ്റ്റ്, മത്സ്യവളം, ആട്ടിൻകാട്ടം, എല്ലുപൊടി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജൈവ വളങ്ങൾ. അപ്പോൾ ഇത് നമുക്കറിയാലോ ജൈവവളങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ച് വിളകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന നാരുവിളയാണ് പരുത്തി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന നാരുവിള നമുക്കറിയാലോ, കോട്ടൺ. പിന്നെ ചണം, ഇതും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ജൂട്ട് ബാഗ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, ചണനാരുകൾ ഉപയോഗിച്ചിട്ട് ബാഗുകൾ, ചവിട്ടികൾ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കയർ വ്യവസായം, അതും ചവിട്ടികൾ ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരെണ്ണമാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. നമ്മൾ കാറ്റിൽ ഫാമിങ്ങും അതേപോലെ തന്നെ കൃഷിയും എല്ലാം പാടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. അതായത് കാറ്റിൽ ഫാമിംഗ്, ഇപ്പോൾ നമ്മൾ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാണകം ബയോഗ്യാസ് ആക്കിയിട്ട് യൂസ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി പച്ചക്കറിക്കും അതേപോലെ ഫിഷസിനും ഒക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പോൾട്രി ഫാമിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഫിഷിന് ഫുഡായിട്ട് യൂസ് ചെയ്യുക. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് നമ്മൾ സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ സംയോജിത കൃഷി നമുക്ക് ജൈവ കൃഷിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണെന്നും കൂടെ പറയാം. അതായത് ഈ പക്ഷികളുടെയൊക്കെ വേസ്റ്റുകൾ ഫിഷസിന് ഫുഡാവും. ദെൻ ഫിഷ് നമുക്ക് കഴിക്കാനും യൂസ് ചെയ്യാം, സെയിൽ ചെയ്യാനും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കാറ്റിൽ വേസ്റ്റ് അതും ബയോഗ്യാസിനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം പാടെ ഒരുമിച്ച് ചെയ്യുന്നത് ഒന്നിനെയാണ് നമ്മൾ സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ലെസൺ എന്ന് പറയുന്നത് പ്രകാശവിസ്മയങ്ങൾ എന്നുള്ള ലെസണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപതനം, അതേപോലെ വിസരണം, ഈ കാര്യങ്ങൾ, അതായത് പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കുട്ടികൾ കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ആ ലൈറ്റ് ചുമരിൽ പതിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഏതൊക്കെ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചുമരിൽ പതിയും. അതായത് സ്റ്റീൽ പ്ലേറ്റ്, നമുക്കറിയാം കണ്ണാടി, സ്റ്റീൽ പ്ലേറ്റ്. പിന്നെ നമ്മൾ CD ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതവിടെ പതിപ്പിക്കും. അതായത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രതിപതനം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതിപതനം 2 ടൈപ്പ് ഉണ്ട്, റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അതായത് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. ക്രമപ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസുള്ള ടൈൽസ്, ഇങ്ങനത്തെയൊക്കെ വസ്തുക്കളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ്. അതിലൊക്കെ തട്ടിയിട്ട് പ്രകാശം പ്രതിപദിക്കുന്നതിനെയാണ് നമ്മൾ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ക്രമമായിട്ട് പ്രതിപദിക്കുക, ഇതാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇനി വിസരിത പ്രതിപതനാണെങ്കിൽ മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ട് പ്രതിപദിക്കുക, അതിനെയാണ് നമ്മൾ വിസരിത പ്രതിപതനം. രണ്ടിൻ്റെയും ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിസരിത പ്രതിപതനം ക്രമമല്ലാതെ പ്രതിപദിക്കുന്നത്, മറ്റേത് ക്രമമായിട്ട് പ്രതിപദിക്കുന്നത്. അപ്പോൾ ക്രമപ്രതിപതനം റെഗുലർ റിഫ്ലക്ഷനും വിസരിത പ്രതിപതനം ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, ഇങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ടും ദർപ്പണങ്ങൾ, അതായത് മിറേഴ്സൊക്കെ ക്രമപ്രതിപതനാണ് കാണിക്കുക. അപ്പോൾ ഇനി നമ്മൾ ദർപ്പണങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് സമതല ദർപ്പണം. സമതല ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മിറർ, അതിൻ്റെ ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഉപരിതലം സമതലമായിട്ട് കാണുന്നത്, നമ്മൾ സാധാ മുഖം നോക്കുന്ന കണ്ണാടിയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മിററിൽ പ്രകാശം പതിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?
അപ്പോൾ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? അതിന് പ്രതിപതനം സംഭവിക്കും. ക്രമമായ പ്രതിപതനമാണ് ദർപ്പണത്തിൽ തട്ടുന്ന പ്രകാശരശ്മിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയാണ് പ്രതിപതന കിരണം എന്നറിയപ്പെടുന്നത്. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മി, അതിനെ പ്രതിപതന കിരണം. ദർപ്പണത്തിൽ പതിക്കുന്നതിനെ പതന കിരണം എന്നും പറയും. ഇൻസിഡൻറ്റ് റേ, പതന കിരണം ഇൻസിഡൻറ്റ് റേ. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്നത് പ്രതിപതന കിരണം റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും മനസ്സിലായല്ലോ. ഇവിടെ ലാബൽ ചെയ്തിട്ടുണ്ട്. പതനകിരണം പതിക്കുന്ന ലൈറ്റ്, അതായത് പ്രതലത്തിൽ പതിക്കുന്ന ലൈറ്റാണ് പതനകിരണം. അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നതാണ് പ്രതിപതന കോൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പതന കോൺ എന്ന് പറയുന്നത് ആ പതനകിരണവും അതിൻ്റെ നടുവിലൊരു ലംബമുണ്ട്. അതായത് ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായിട്ട് നമ്മൾ പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയാണ് ലംബം എന്ന് പറയുന്നത്. ആ നടുവിൽ കാണുന്ന ഇമാജിനറി ലൈനാണ്. അപ്പോൾ ആ ലംബവും പതനകിരണവും കൂടെ ഉണ്ടാക്കുന്ന കോണാണ് പതനകോൺ എന്ന് പറയുന്നത്. ഇനി ലംബവും പ്രതിപതന കിരണവും കൂടി ഉണ്ടാക്കുന്ന കോണാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ലംബവും പതന കിരണം കൂടി ഉണ്ടാക്കുന്നത് പതനകോണും ലംബവും പ്രതിപതന കിരണം കൂടി ഉണ്ടാക്കുന്നത് പ്രതിപതന കോണുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഒരു ലേസർ ടോർച്ചൊക്കെ വെച്ചിട്ട് പതന കോണും പ്രതിപതന കോണും അളക്കാനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. പ്രൊട്രാക്ടറും ഇതൊക്കെ വെച്ചിട്ട് അളക്കാനാണ് കാണിക്കുന്നത്. ലേസർ ടോർച്ച് വെച്ച് വെള്ളത്തിൽ ദർപ്പണം ചരിച്ച് വെച്ചിട്ട്, അതായത് പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പതനകോൺ, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ പ്രതിബിംബങ്ങളിൽ പരാമർശ ഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മിററിൽ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളുടെ നേരെ ലെഫ്റ്റ് സൈഡ് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഇമേജ് കാണുക അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിററിൽ റൈറ്റ് സൈഡ് ആയിട്ടായിരിക്കും കാണുക. അതായത് അതിൻ്റെ ജസ്റ്റ് സൈഡ് മാറിയിട്ട് ലാറ്ററൽ ഇൻവേർഷൻ അങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ ലാറ്ററൽ ഇൻവേർഷനിൽ എഴുതിയിട്ടുണ്ടാവും. അത് തിരിച്ച് മുന്നിൽ പോകുന്ന വെഹിക്കിൾസിൻ്റെ മിററിൽ ശരിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ണാടിയുണ്ട്. ആറന്മുള കണ്ണാടി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പ്രത്യേകതരം ലോഹക്കൂട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അതിന് സാധാരണ ദർപ്പണത്തിലുള്ളതിനേക്കാളും വ്യക്തമായ പ്രതിബിംബം അതിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ഒരു മിററാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ നമ്മൾ പ്ലെയിൻ മിറർ അല്ലാതെ സമതല ദർപ്പണങ്ങളല്ലാതെ വേറെയും ദർപ്പണങ്ങളുണ്ട്. ഒരു കുട്ടി സ്പൂണിൽ മുഖം നോക്കുന്നുണ്ടോ? അപ്പം നമ്മൾ സ്പൂണിൻ്റെ ഉൾഭാഗത്തും സ്പൂണിൻ്റെ പുറം ഭാഗത്തും നമ്മൾ ഫേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കാണാം. അപ്പോൾ അത് ആ സ്പൂണിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും രണ്ടും രണ്ട് ടൈപ്പ് മിറേഴ്സാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. സമതല ദർപ്പണം ഒരെണ്ണം, പിന്നെ ഗോളീയ ദർപ്പണങ്ങൾ രണ്ട് തരത്തിലുണ്ട്. കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്ന് മടങ്ങി, അതായത് ഇൻവേർട്ട് ഒരു വളഞ്ഞ ഭാഗം, അതായത് കർവ്ഡ് സർഫേസാണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതിനെയാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ നമ്മൾ സ്പൂൺ നോക്കുകയാണെങ്കിൽ സ്പൂണിൻ്റെ ഉൾവശം കോൺകേവും പുറം വശം കോൺവെക്സും. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺവെക്സും ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നത് കോൺകേവും. അപ്പോൾ ഇതിൽ നമ്മൾ ആ വരകൾ വരഞ്ഞതാണ് അതിൻ്റെ ബാക്ക് സൈഡ്, വരയില്ലാത്ത ഭാഗമാണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺവെക്സ് പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. കോൺകേവ് ദർപ്പണത്തിൽ ഉള്ളിലേക്കുള്ള ഭാഗമാണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓക്കെ,
ഇനി കോൺവെക്സും കോൺകേവും അത് എവിടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതാണ് മിഥ്യാ പ്രതിബിംബം. അപ്പം നമ്മൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ട് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമാണ് മിഥ്യാ പ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം നമ്മൾ ഓരോരോ സിറ്റുവേഷനിൽ നമ്മൾ ഓരോരോ തരം മിററുകളാണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് സമതല ദർപ്പണം നമ്മൾ ഫേസ് നോക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എവിടെയാണ് നമ്മൾ മറ്റേ ദർപ്പണങ്ങൾ യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എക്സാമ്പിൾ പ്ലെയിൻ മിററിൻ്റെ കുറച്ച് എക്സ്പെരിമെൻസും ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്ലെയിൻ മിറർ വെച്ചിട്ട് നമുക്ക് ഇവിടെ കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് ഇതൊക്കെ പ്ലെയിൻ മിറർ വെച്ച് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലൊക്കെ പ്ലെയിൻ മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിലെങ്ങനെയാണ് കാഴ്ചകൾ കാണുന്നത്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. പ്ലെയിൻ മിററിൻ്റെ ഉപയോഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും ഉപയോഗങ്ങൾ നോക്കാം. കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് നമ്മൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കും. അതേപോലെ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് നമുക്ക് ഇമേജസ് കിട്ടാനും കോൺവെക്സ് മിറർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്ന റോഡ് സൈഡിലുള്ള മിറേഴ്സ് കോൺവെക്സ് മിററാണ്. ഓക്കെ, ദെൻ കോൺകേവ് ദർപ്പണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷേവിംഗ് മിററിലും ടോർച്ചിലെ റിഫ്ലക്ടറിലും ഒക്കെ കോൺകേവ് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് കോൺകേവ് മിററിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷേവ് ചെയ്യുമ്പോഴൊക്കെ ഫേസ് എൻലാർജ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കാനുള്ള കഴിവും കോൺകേവ് മിററിനുണ്ട്. പിന്നെ നമ്മൾ വെഹിക്കിൾസിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുന്നത് കോൺകേവ് മിററാണ് കേട്ടോ. പിന്നെ സമതല ദർപ്പണം നമ്മൾ മുഖം നോക്കാൻ യൂസ് ചെയ്യുന്നത് കാലിഡോസ്കോപ്പിൽ, പെരിസ്കോപ്പിലൊക്കെ സമതല ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ആവർത്തന പ്രതിപതനമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലൈറ്റിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് പറയാൻ പോണത്. ഇവിടെ ഒരു പെൻസിൽ നിങ്ങൾക്ക് 2 കഷ്ണമായിട്ട് കാണുന്നത് പോലെ തോന്നാം അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? പെൻസിൽ യഥാർത്ഥത്തിൽ മുറിഞ്ഞിട്ടില്ല. അത് ആ എയർ എന്നുള്ള ഒരു മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്നുള്ള മീഡിയത്തിലേക്ക് കടന്നപ്പോൾ അവിടെ അതിൻ്റെ പ്രകാശത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ആ പെൻസിൽ വളഞ്ഞതായിട്ട് തോന്നുന്നത്. അവിടെ അതേപോലെ തന്നെ ഒരു നാണയം ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ആ നാണയം അപ്രത്യക്ഷമാവുന്നത് വരെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ അതിൽ കുറച്ച് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നാണയം വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിന് കാരണം അവിടെ നമ്മൾ ആ വാട്ടറും കൂടെ അതിൻ്റെ മീഡിയം അവിടെ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ്, അവിടെ ആ പ്രകാശത്തിൻ്റെ ദിശ ചേഞ്ച് ആയതുകൊണ്ടാണ് നമുക്കത് വീണ്ടും പ്രത്യക്ഷമായത്. ഓക്കെ, അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് ചേഞ്ച് വരുന്ന പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലെൻസുകളുടെ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിവിധതരം ദർപ്പണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ലെൻസുകളുണ്ട്. അപ്പോൾ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസുകളാണ് കോൺവെക്സ് ലെൻസുകൾ. ഇനി മധ്യത്തിൽ കനം കുറഞ്ഞും വക്കുകൾ കനം കൂടിയതുമായ ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. അതായത് മധ്യത്തിൽ കനം കൂടിയിട്ടും വക്കത്ത് കനം കുറഞ്ഞിട്ടും ആയിട്ടുള്ളത് കോൺവെക്സും, മധ്യത്തിൽ കുഴിഞ്ഞതും വക്കത്ത് കനം കൂടിയതുമായത് കോൺകേവ് ലെൻസുകളുമാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസിൻ്റെ ഇമേജസ് ഇവിടെ തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ഇങ്ങനെയാണ് വരയ്ക്കുക. കോൺകേവ് ലെൻസ് അതായത് കുഴിഞ്ഞു നിൽക്കുന്നത് കോൺകേവും പൊന്തി നിൽക്കുന്നത് കോൺവെക്സും. നമുക്കത് ടച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ഓക്കെ, ഇനി നമ്മൾ ലെൻസിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ 2 ഭാഗത്തു നിന്ന് വരുന്ന ലൈറ്റിനെ അത് ജോയിൻ ചെയ്യിപ്പിക്കും, അതായത് കൺവേർട്ട് ചെയ്യിപ്പിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കും. രണ്ടും വ്യതിചലിച്ച് പോവുകയാണ് ചെയ്യുക.
ഓക്കെ, ഇനി നമ്മൾ ലെൻസുകളുടെ ഉപയോഗങ്ങൾ ഇപ്പം നമ്മളറിയാലോ, നമ്മൾ കുറച്ച് എൻലാർജ് ചെയ്ത് മാഗ്നിഫൈയിങ് ഗ്ലാസ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസാണ്. പിന്നെ നമ്മൾ കോൺകേവ് ലെൻസ് നമ്മൾ കാഴ്ച അതായത് നമ്മൾ ഓരോരോ ഐ ഡിസീസസിനൊക്കെ നമ്മൾ കോൺകേവ് ലെൻസുകളും കോൺവെക്സ് ലെൻസുകളും അതിൻ്റെ ഡിസീസസിനനുസരിച്ചിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് മഴവില്ല്? മഴവില്ല് ഉണ്ടാക്കുന്നതും നമ്മുടെ പ്രകാശത്തിൻ്റെ ഒരു പ്രതിഭാസം കാരണമാണ്. അപ്പോൾ ഏത് പ്രതിഭാസമാണ് അവിടെ മഴവില്ലിന് കാരണമാവുന്നത് നോക്കാം. അപ്പോൾ സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കളറിൽ. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്: വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവ. നമുക്കറിയാലോ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പം നമ്മളത് ആ ഒരു ഓർഡറിൽ തന്നെ അത് പഠിച്ചു വയ്ക്കുക. ഈ വർണ്ണങ്ങൾ പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായിട്ട് മാറും. നമ്മൾ ഈ ധവളപ്രകാശം, അതായത് സൂര്യപ്രകാശം നമ്മളൊരു പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിങ്ങനെ മഴവില്ല് പോലെ 7 നിറങ്ങളായിട്ട് മാറും. അപ്പോൾ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്, ഡിസ്പേർഷൻ. അതായത് ധവളപ്രകാശം അതിൻ്റെ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ, പ്രകീർണനം. അപ്പോൾ ഈ പ്രകീർണനം എന്നുള്ള പ്രോസസ്സാണ് നമ്മളെ മഴവില്ലിനൊക്കെ കാരണമാവുന്നത്. അപ്പോൾ ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ വർണ്ണവിസ്മയമാണ് മഴവില്ല് എന്ന് പറയുന്നത്. ആ ജലകണികയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനവിടെ പ്രകീർണനം സംഭവിച്ചിട്ടാണ് മഴവില്ല് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു വർണ്ണപ്പമ്പരം, ന്യൂട്ടൺസ് ഡിസ്ക് എന്നൊക്കെ നമ്മളിതിന് പറയും. നമ്മൾ ആ മഴവില്ലത്തെ 7 കളറുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പമ്പരം ഉണ്ടാക്കിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വെള്ളയായിട്ട് മാറും. അതായത് 7 വർണ്ണങ്ങളെ നമുക്ക് തിരിച്ച് ധവളപ്രകാശമാക്കാം. ധവളപ്രകാശത്തെ 7 വർണ്ണങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ലെസണിലേക്ക് കടക്കാം. അടുത്തത് ആസിഡുകളും ആൽക്കലികളും. അപ്പോൾ ഇത് നമ്മൾ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നതിൻ്റെ ബേസിക്സ് ആണ് ഇതിൽ പഠിക്കുന്നത്. ആസിഡുകളും ആൽക്കലികളും നമ്മൾ തന്മാത്രകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ആസിഡുകളും ആൽക്കലികളും എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചെടിയുടെ പിക്ചറൊക്കെ കൊടുത്ത് രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെമ്പരത്തി പൂവ് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നീല പേപ്പറുകൾ കിട്ടും. ഈ നീല ലിറ്റ്മസ് പേപ്പറിനെ നമ്മൾ വിനാഗിരിയിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡ് ആയിട്ട് മാറും. അതായത് വിനാഗിരി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആസിഡാണ്. അപ്പോൾ ഈ ആസിഡിൽ മുക്കുമ്പോൾ നീല ലിറ്റ്മസ് പേപ്പർ റെഡായിട്ട് മാറും. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ആക്ച്വലി ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്. അപ്പോൾ ചെമ്പരത്തി പേപ്പർ നമ്മൾ ബ്ലൂ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കി നമ്മൾ അത് വിനാഗിരിയിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡായിട്ട് മാറും. അപ്പോൾ ആസിഡുകൾ എന്താണെന്നാണ് പറയുന്നത്. നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് ആയിരിക്കും. അതായത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയിട്ട് മാറ്റും. എല്ലാ ആസിഡുകളും പുളി രുചിയുള്ളവയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. അപ്പം നമ്മൾ ആസിഡുകൾ പലതരത്തിലുണ്ട്. ആദ്യം പറഞ്ഞ മോര്, പുളി, ഇതൊക്കെ നാരങ്ങ നീര്, ഇതൊക്കെ നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആസിഡുകളാണ്. പിന്നെ നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഇത് നമ്മൾ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളാണ്. അപ്പോൾ നാം ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളാണ് കുറച്ചെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊക്കെ പഠിച്ചു വെച്ചോളാം. മോരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്. ഇനി ആസിഡുകളും ലോഹങ്ങളും. അപ്പം നമുക്ക് ആസിഡുകൾ എന്താണെന്ന് മനസ്സിലായാലോ. പുളി രുചിയുള്ളവയാണ്, നീല ലിറ്റ്മസിനെ റെഡാക്കുന്നവയാണ് ആസിഡുകൾ. ഇനി ആസിഡുകളും ലോഹങ്ങളും. അപ്പോൾ ആസിഡും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പം നമ്മൾ ആസിഡിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ റിയാക്ട് ചെയ്യും. അപ്പോൾ ആസിഡും ലോഹവും പ്രവർത്തിച്ച് ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച്
സിങ്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിങ്ക് അതിലിട്ടിട്ട് അതിൻ്റെ വായ് ഭാഗത്ത് നമ്മളൊരു തീപ്പെട്ടി കാണിച്ചു കഴിഞ്ഞാൽ അത് കത്തും എന്നാണ് പറയുന്നത്. അതായത് അത് ഉണ്ടാവുന്ന ഒരു പോപ്പ് സൗണ്ടോട് കൂടെ തീപ്പെട്ടിക്കൊള്ളി കത്തും. അതിന് കാരണം അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കുപ്പിയിൽ ബലൂൺ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലൂൺ വീർക്കുന്നുണ്ട്. എന്നിട്ട് ആ ബലൂണിനെടുത്ത് നമ്മൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഉയർന്നു പോകും. കാരണം അവിടെ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസിഡും മെറ്റലും കൂടെ പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഹെൻറി കാവൻഡിഷ്, അതായത് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളാണ് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഹൈഡ്രജൻ വാതകമാണ് ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ വാതകമാണ് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാണ് ഹെൻറി കാവൻഡിഷ്. അദ്ദേഹമാണ് വാതകത്തിന് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് ലവോയ്സിയർ ആണ് കേട്ടോ. അപ്പോൾ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും പേര് നൽകിയത് ലവോയ്സിയറുമാണ്. പിന്നെ നമുക്ക് മെറ്റൽസും ആസിഡും പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മുട്ടത്തോട് ആസിഡിലിട്ട് നോക്കിയാൽ എന്താ സംഭവിക്കുക? മുട്ടത്തോട് ആക്ച്വലി കാർബണേറ്റുകളാണ്. അതായത് കാർബണേറ്റുകൾ, മുട്ടത്തോട്, ചോക്ക്, മാർബിൾ ഇതൊക്കെ കാർബണേറ്റുകളാണ്, കാൽഷ്യം കാർബണേറ്റുകളാണ്. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നാണ്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ തീപ്പെട്ടി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീപ്പെട്ടിക്കൊള്ളി കെടും. കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നതെന്ന് അവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കും നിർമ്മിക്കാം ഒരു അഗ്നിശമനി. അതായത് അഗ്നിശമന സേനാംഗങ്ങൾ യൂസ് ചെയ്യുന്ന ഈ സാധനം നമുക്കും ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വിനാഗിരി, അതായത് അസറ്റിക് ആസിഡ് എടുക്കുക, നമ്മൾ അതിൽ സോഡിയം ബൈകാർബണേറ്റ് ഇടുക, അപ്പക്കാരം അതിൽ ഫുൾ ഇടുകയല്ല, അതിങ്ങനെ ഒരു കിഴിയിലാക്കിയിട്ട് തൂക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളത് ആവശ്യമുള്ള ടൈമിൽ അതിനെ ആസിഡിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഈ വിനാഗിരി എന്ന് പറയുന്നത് ഒരു ആസിഡും മറ്റേത് ബേസുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചിട്ട് അവിടെ എന്തുണ്ടാവും? അതായത് സോഡിയം ബൈകാർബണേറ്റ്, അപ്പക്കാരം, ഇതും കൂടെ പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് അവിടെ തീ കെടുത്താൻ സഹായിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്കും ഇത് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിറ്റ്മസിൻ്റെ നിറം, അതായത് ബ്ലൂവിനെ റെഡാക്കി മാറ്റും. പുളി രുചിയാണ്. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാവും. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ അവിടെ ഒരു ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അതാണ് വേദനയ്ക്ക് കാരണമാവുന്നത്. ആ ആസിഡിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്. അതൊന്നും മറക്കാതെ ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി നമ്മൾക്ക് ചുവന്ന ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മൾ ആക്ച്വലി ചെമ്പരത്തി ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് നീല പേപ്പറാണ് കിട്ടുക. അതിനെ നമ്മൾ ഏതെങ്കിലും ആസിഡിൽ മുക്കിയിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പറും ആയി. ഓക്കെ, ഇനി ആ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നമുക്ക് ഏതെങ്കിലും ബേസിൽ, ഏതെങ്കിലും ആൽക്കലിയിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നീലയായിട്ട് മാറും. അപ്പോൾ ആൽക്കലി എന്ന് പറയുന്നത് ഒരു ചവർപ്പ് ടേസ്റ്റ്, അതായത് കാരരുചിയുള്ള വസ്തുക്കളാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന മെറ്റീരിയൽസാണ് എക്സാമ്പിൾസ്. ഇപ്പം നമ്മൾ ചുണ്ണാമ്പ്, ബേക്കിംഗ് സോഡ, ഇതൊക്കെയാണ് ആൽക്കലികൾക്ക് എക്സാമ്പിൾ കേട്ടോ. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ കേട്ടോ. ഇനി നമ്മൾ ആൽക്കലികളെ തിരിച്ചറിയാൻ അറിയാമല്ലോ. നമ്മൾ ആൽക്കലികളെയും ആസിഡുകളെയൊക്കെ തിരിച്ചറിയാൻ യൂസ് ചെയ്യും കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ചെമ്പരത്തി പേപ്പർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മഞ്ഞൾ, മാവില, റോസ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ട് വെള്ള പേപ്പറിൽ ഉരച്ചുണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് അത് ടെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, അതായത് സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം.
നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സൂചകങ്ങളാണ് ഫിനോഫ്തളീനും മീഥൈൽ ഓറഞ്ചും. അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സൂചകങ്ങൾ, ഇത് ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനോഫ്തളീൻ, മീഥൈൽ ഓറഞ്ച്. അപ്പോൾ ഈ ഫിനോഫ്തളീൻ, മീഥൈൽ ഓറഞ്ചും അതിൽ കളർ ചേഞ്ചസ് വരുത്തും. പിന്നെ നീല ലിറ്റ്മസ് പേപ്പർ, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല. ഇത് ഓരോരോ സാധനത്തിൻ്റെയും കളറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കളറുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ചില വസ്തുക്കൾ മാത്രമാണ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതിൽ സാർവിക സൂചകത്തിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പല സൂചകങ്ങളുടെയും മിശ്രിതമാണ് ഈ സാർവിക സൂചകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെ ഒരു ലാബലിംഗ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളത് ആസിഡാണോ ബേസാണോ എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആസിഡും ആൽക്കലിയും പറഞ്ഞു. ഇനി ഈ ആസിഡും ആൽക്കലിയും കൂടെ കൂടിച്ചേർന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ ആസിഡും ആൽക്കലിയും കൂടെ കൂടിച്ചേർന്ന് ആസിഡ് ബേസും കൂടെ പ്രവർത്തിച്ചിട്ട് അവിടെ എന്തുണ്ടാവും? അപ്പം നമ്മൾ ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് അവിടെ ആ രണ്ടിൻ്റെയും ഗുണങ്ങൾ നഷ്ടപ്പെടും. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേർന്നിട്ട് അവിടെ രണ്ടിൻ്റെയും ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാവുന്ന പ്രോസസ്സാണ് നിർവീര്യകരണം എന്ന് പറയുന്നത്. അതായത് ന്യൂട്രലൈസേഷൻ. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേർന്ന് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവീര്യകരണം. ആസിഡ് പ്ലസ് ആൽക്കലി ഗീവ്സ് ലവണം പ്ലസ് ജലം. അതായത് ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് അവിടെ ജലവും ലവണവും ഉണ്ടാവുന്നു. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ പ്രവർത്തിച്ച് അവിടെ സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി ഇവിടെ pH പേപ്പറും കൂടെ തന്നിട്ടുണ്ട്. pH പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പിക്ചർ ജസ്റ്റ് നോക്കുക. ഇങ്ങനെ ആണ്, അതായത് 7 വരെ pH, 7 അവിടെ നിർവീര്യം. ദെൻ അതിൻ്റെ മുകളിലുള്ളത് ആൽക്കലിയും 7 താഴെയുള്ളത് ആസിഡുകളുമാണ്. അപ്പോൾ ഈ പേപ്പർ നമ്മൾ ജസ്റ്റ് pH പേപ്പർ നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഈ കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ pH മൂല്യം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെ pH, ജലത്തിൻ്റെ pH എന്ന് പറയുന്നത് 7. അപ്പോൾ 7 കൂടുതലാണെങ്കിൽ അത് ഓരോ ആസിഡുകളാണ്. അപ്പോൾ 7 ബേസസ് ആണ്. 7 കുറഞ്ഞവ ആസിഡുകളുമാണ്. അപ്പോൾ നമുക്ക് ഈ pH പേപ്പർ വെച്ചിട്ട് ഓരോന്നിൻ്റെയും അത് ആസിഡാണോ ബേസാണോ എന്ന് നമുക്ക് ആ കളർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മണ്ണിൻ്റെ pH എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മണ്ണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് തെളിയുമ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ pH പേപ്പർ മുക്കിയിട്ട് അതിൻ്റെ pH നോക്കേണ്ടത്. അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആസിഡ് നമ്മൾ കുറേ നേരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതായത് ശരിയായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവിടെ ഈ ആസിഡിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസിഡിറ്റിക്ക് ഡോക്ടേഴ്സ് തരുന്നത് ആൽക്കലി അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ്. അപ്പോൾ ആസിഡും ആൽക്കലിയും കൂടെ അവിടെ പ്രവർത്തിച്ച് അവിടെ നിർവീര്യകരണം നടന്നിട്ടാണ് നമ്മളുടെ ആ ആസിഡിറ്റി അസുഖം മാറുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ലെസൺ അന്നപഥത്തിലൂടെ. അപ്പോൾ 4ാമത്തെ ലെസണാണ്. ഈ അന്നപഥത്തിലൂടെ എന്നുള്ള ലെസണിൽ നമ്മൾ മെയിനായിട്ട് പോഷണങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, അതേപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. ഇവിടെ കുറച്ച് അനിമൽസിനൊക്കെ തന്നിട്ടുണ്ട്. അവരുടെ ഫുഡ് ഹാബിറ്റ്, എങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ പുഴുക്കളും ഇതൊക്കെയാണെങ്കിൽ കാർന്ന് തിന്നുക, പക്ഷികളാണെങ്കിൽ അവർ കൊക്ക് ഉപയോഗിച്ചിട്ട് കൊത്തി തിന്നുക, മൃഗങ്ങളാണെങ്കിൽ ഭക്ഷണത്തിനെ വിഴുങ്ങി കഴിക്കുക. അങ്ങനെ ഓരോ ജീവികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് ആഹാര സമ്പാദന രീതിയാണുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പോഷണം, ന്യൂട്രീഷനാണ്. അപ്പോൾ പോഷണം 2 തരത്തിലുണ്ട്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ അവയെ നമ്മൾ സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയും, സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ. ഇനി അടുത്തത് നമ്മൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ പരപോഷികൾ അഥവാ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവർ. സ്വപോഷികൾ ആഹാരത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം ആഹാരം സ്വീകരിക്കുന്നവയാണ് സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ
സിക്സ്ത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു പരാദങ്ങളും അതേപോലെ തന്നെ നമ്മൾ ശവോപജീവികളെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഈ മോണോട്രോപ്പ എന്ന് പറയുന്നത് ഒരു ശവോപജീവിയാണ്. ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം സമ്പാദിക്കുന്നത്. ചന്ദനം എന്ന് പറയുന്നത് ഒരു പരാദ സസ്യമാണ്. അത് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റ് ചെടിയുടെ വേരുകളിൽ നിന്നാണ് ലവണങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതേപോലെ ഇത്തിൽ കണ്ണി, അതും ഒരു പരാദ സസ്യമാണ്. ജലത്തിനും ലവണത്തിനും മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഈ പരാദ സസ്യങ്ങൾ പൂർണ്ണ പരാദവും ഉണ്ട്, അർദ്ധപരാദവും ഉണ്ട്. പിന്നെ ശവോപജീവികളാണ് ഇതാ മോണോട്രോപ്പ. നമ്മൾ മഷ്റൂം, കൂണുകൾ, ഇതൊക്കെ ശവോപജീവികളാണ് കേട്ടോ. ഇനി നമുക്ക് അകത്തും പുറത്തും ഉണ്ട് പരാദങ്ങൾ. ഇതറിയാം. നമ്മളിപ്പോൾ പേനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവയാണ് പേന്, എള്ളൊക്കെ. പക്ഷേ ഈ വിരകളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന പരാദങ്ങളാണ്. അപ്പം നമ്മൾ വിരകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വിരയുടെ ഗുളികകളൊക്കെ കഴിക്കുന്നത്. പിന്നെ നമുക്ക് സസ്യലോകത്തെ ഇരപിടിയന്മാർ പറഞ്ഞിട്ട് കുറച്ച് ഇരപിടിക്കുന്ന സസ്യങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 സസ്യങ്ങളുടെയാണ്. വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി. അപ്പോൾ ഇത് അവർ ഇരകളെ, അതായത് ഇൻസെക്ട്സിനെയാണ് പിടിക്കുന്നത്. അതായത് പ്രാണികളെയൊക്കെ പിടിച്ച് കഴിക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഈ സസ്യങ്ങൾ അതിൽ വന്നിരിക്കുന്ന പ്രാണികളെ ട്രാപ്പ് ചെയ്ത് അതിനെ ചില എൻസൈംസൊക്കെ യൂസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനത്തെ ചില മണ്ണുകളിൽ നൈട്രജൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറവാകുമ്പോൾ അവർക്ക് നൈട്രജൻ ലഭിക്കാതെ വരുമ്പോഴാണ് അവർ ഈ ഒരു പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി നമ്മൾ ആഹാരം മനുഷ്യനിൽ, അതായത് മനുഷ്യനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥ, എങ്ങനെയാണ് നമ്മളുടെ ആഹാരം ദഹിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. അതായത് വായയിൽ നമ്മളെ ഡൈജഷന് സഹായിക്കുന്നതാണ് നാക്ക്, പല്ല് എന്നിവ. അപ്പോൾ ആദ്യം നമ്മൾക്ക് പല്ലിനെ കുറിച്ച് പഠിക്കാം. പല്ല് ആദ്യം തന്നെ അതിൻ്റെ ദന്തക്ഷയമാണ് പറഞ്ഞിരിക്കുന്നത്. പല്ല് ദ്രവിച്ചു പോവല്ല. അപ്പം നമ്മൾ പല്ലിൽ കൂടുതലായിട്ട് നമ്മൾ ആസിഡുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ, ഇപ്പോൾ പാല്, മോര്, അതേപോലെ നാരങ്ങ, ഇങ്ങനത്തെ ആസിഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമ്മളുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടമായിട്ട് പല്ലിന് കേട് സംഭവിക്കുന്നത്. അതാണ് ദന്തക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസിഡുള്ള ഭക്ഷണങ്ങൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കാതിരിക്കുക. അതേപോലെ പല്ല് 2 നേരവും വൃത്തിയാക്കുക. അപ്പോൾ നമ്മൾ ആഹാരത്തിന് ശേഷം പല്ല് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ദന്തക്ഷയം തടയാം. പിന്നെ നമ്മൾ പാൽപ്പല്ലുകൾ എന്താണെന്നാണ് പറയുന്നത്. മിൽക്ക് ടീത്ത്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ജനിച്ചു കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷം ആ കുട്ടിക്ക് മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ 20 എണ്ണം ഉണ്ട്. 20 പാൽപ്പല്ലുകളിൽ 20 എണ്ണം ഒരു 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ ആ കൊഴിഞ്ഞു പോയിട്ട് ആ സ്ഥാനത്ത് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാൽപ്പല്ലുകളാണ് ആദ്യം കുട്ടിക്ക് മുളയ്ക്കുന്നത്. അപ്പോൾ ഒരു 3 വയസ്സാവുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് 20 പാൽപ്പല്ലുകൾ ഉണ്ടാവും. ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ടാണ് കുട്ടികൾക്ക് സ്ഥിരദന്തങ്ങൾ മുളച്ചു വരുന്നത്. ഓക്കെ. ഇനി പല്ലിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ഇനാമൽ എന്ന് പറയുന്നത്, ആ വെള്ള കളറിൽ കാണുന്ന ഭാഗം. ഇനി ഇനാമലിൻ്റെ താഴെയുള്ള ഭാഗമാണ്, അതായത് മോണയ്ക്ക് താഴെയുള്ള ഭാഗം. ഇതാണ് അതിൻ്റെ പല്ലിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്, അതായത് വെള്ള കളറിൽ കാണുന്ന ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ പൾപ്പ്, അതിന് താഴെ മോണയുടെയൊക്കെ സ്ട്രക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനി നമുക്ക് ഇപ്പോൾ പല്ലിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പല്ലിൻ്റെ ഔട്ടർ കവറിങ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്, വെള്ള കളറിൽ കാണുന്ന ഭാഗം.
ഇനി നമുക്ക് പല്ലിൻ്റെ ഓരോ പല്ലുകളുടെയും പേരുകളും അതിൻ്റെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നും കൂടാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഉളിപ്പല്ലുകളാണ്. നമ്മളുടെ മുൻവശത്ത് കാണുന്ന പല്ലുകളെയാണ് ഉളിപ്പല്ല് അഥവാ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളാണ് കാണുന്നത്. ഇതാണ് ഉളിപ്പല്ലുകൾ. ഈ ആദ്യത്തെ ഫ്രണ്ടത്തെ പല്ലുകൾ അത് നമ്മളെ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളൊക്കെ കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ലുകൾ സഹായിക്കുന്നത്. അതിനുശേഷം ഉളിപ്പല്ലിൻ്റെ 2 സൈഡിലും വരുന്നതാണ് കോമ്പല്ലുകൾ. അപ്പോൾ താഴെയും മുകളിലും 8 പല്ലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കൂർത്ത പല്ലുകളെയാണ് അത് താഴത്ത് 4 എണ്ണവും മുകളിൽ 4 എണ്ണമാണ് കേട്ടോ ഉളിപ്പല്ലുകൾ. 8 പല്ലുകളാണ് ടോട്ടൽ ഉള്ളത്. അത് കഴിഞ്ഞാൽ വരുന്ന കൂർത്ത പല്ലിനെയാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. താഴത്ത് 2 എണ്ണം മുകളിലും 2 എണ്ണം, അതായത് 2 സൈഡിലും ഓരോ പല്ലുകളാണ്. മൊത്തത്തിൽ 4 പല്ലുകളാണ് കോമ്പല്ലുകൾ ഉള്ളത്. കാനിൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കടിച്ച് കീറാനാണ് ഈ കോമ്പല്ലുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കോമ്പല്ലുകളുടെ അടുത്ത് വരുന്നതാണ് അഗ്രചർവണകം, പ്രിമോളാർ. അതായത് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് ടോട്ടൽ 8 പല്ലുകളുണ്ട്. അതായത് ഒരു വശത്ത് 2 എണ്ണം, അപ്പുറത്തും 2 എണ്ണം, അങ്ങനെ താഴത്ത് 2 എണ്ണം, താഴത്ത് 4 എണ്ണം, മുകളിലും 4 എണ്ണം, മൊത്തം 8 അഗ്രചർവണകമാണുള്ളത്. ഇത് ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് വരുന്നതാണ് അഗ്രചർവണകം, മോളാർ ടീത്ത് എന്ന് പറയുന്നത്. ഇത് മുകളിലും താഴെയായിട്ട് 12 പല്ലുകളുണ്ട്. ഇതും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണകം ഏറ്റവും അതായത് അഗ്രചർവണകത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ചർവണകം. അതാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത് കേട്ടോ. ചവച്ചരയ്ക്കാനാണ് ഇവ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മറ്റ് ജീവികളിൽ പല്ലുകൾ നമ്മളുടേതുപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല അല്ലേ. അപ്പോൾ നമ്മൾ പശുവിൻ്റെയൊക്കെ പല്ലാണെങ്കിൽ നല്ല പരന്നിട്ടുള്ള പല്ലുകളാണ്. പക്ഷേ സിംഹം, കടുവ ഇതിൻ്റെയൊക്കെ പല്ലുകളാണെങ്കിൽ കൂർത്ത പല്ലുകളാണ്. അപ്പോൾ ഒരു ജീവിയുടെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പല്ലുകൾ ഉണ്ടാവുക. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളാണുള്ളത്. അതേപോലെ സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായിട്ടുള്ള പല്ലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ജീവികളുടെയും പല്ലിൻ്റെ ഘടന വ്യത്യാസമാണ്. ഓക്കെ, ഇനി നമ്മൾ ആഹാരത്തിൻ്റെ യാത്ര, അതായത് നമ്മളുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ആ പാത്വേ, അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് വായയിൽ കൂടെയാണ്. വായയിൽ വെച്ചിട്ടാണ് ഫുഡ് ചവച്ചരയ്ക്കപ്പെടുന്നതും കടിച്ച് മുറിക്കപ്പെടുന്നതും വായിൽ വെച്ചാണ്. അപ്പം അതിന് നാക്കും പല്ലും സഹായിക്കുന്നുണ്ട്. നാക്ക് ആണ് അതിനെ ഉരുളയ്ക്കാനും വിഴുങ്ങാനൊക്കെ സഹായിക്കുന്നത് നാക്കാണ്. ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത് നാക്കാണ്. ചവച്ചരയ്ക്കുന്നത് പല്ലുകളാണ്. ഓക്കെ, ഇനി അതിന് ശേഷം ഭക്ഷണം എത്തുന്നത് ആമാശയത്തിലാണ്, സ്റ്റൊമക്ക്. അപ്പോൾ ആമാശയത്തിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴലിനെയാണ് അന്നനാളം എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് പൈപ്പ് എന്നൊക്കെ പറയുന്നത്. ഈ അന്നനാളത്തിൽ ഒരു മസ്കുലാർ മൂവ്മെൻ്റ് ഉണ്ട്. അതായത് അതിൽ അന്നനാളത്തിൻ്റെ മസിൽസിൽ കാണുന്ന മൂവ്മെൻറ്റിനാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പെരിസ്റ്റാൾസിസ്, അതായത് ആമാശയത്തിൻ്റെ മസിലുകളിൽ കാണുന്ന മൂവ്മെൻറ്റ്, ചലനം. അപ്പോൾ ഈ ആഹാരത്തിനെ കുഴമ്പ് രൂപത്തിലാക്കുകയാണ് ആമാശയത്തിൽ വെച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായിട്ടും ദഹിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം ചെറുകുടലിലെത്തും. ചെറുകുടൽ ഏകദേശം 6 മീറ്ററോളം നീളമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആഹാരത്തിൻ്റെ പൂർണ്ണ ദഹനം പൂർത്തിയാവുന്നത്. എന്നിട്ട് ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളൊക്കെ ചെറുകുടലിൽ വെച്ച് തന്നെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതിനുശേഷമാണ് ഭക്ഷണം വൻകുടലിലെത്തുന്നത്. അപ്പോൾ ചെറുകുടലിനെ തുടർന്ന് വൻകുടലിലെത്തി ഭക്ഷണം അവിടെ ബാക്കിയുള്ള ജലത്തിൻ്റെയൊക്കെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. അതിനുശേഷം അവശേഷിക്കുന്ന മലം മലാശയത്തിൽ സംഭരിക്കും. എന്നിട്ടത് മലദ്വാരം വഴി പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ദഹന വ്യവസ്ഥ, അതായത് നമ്മളുടെ ആഹാരം ഇറങ്ങിപ്പോകുന്ന ആ ഒരു പാത്വേ, ആ ഒരു പാത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്സ് ലാബൽ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഫസ്റ്റ് ആദ്യത്തെ പാർട്ട് വായയാണ്, രണ്ടാമത്തെ അന്നനാളം, മൂന്നാമത്തെ ആമാശയം, നാലാമത്തെ ചെറുകുടൽ, അഞ്ചാമത്തെ വൻകുടൽ, ആറാമത്തെ മലാശയം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇനി ഓരോ ജീവികളുടെയും ദഹന വ്യവസ്ഥകളുടെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ജീവികളിലും അത് വ്യത്യസ്തമാണ്. മനുഷ്യൻ്റെയും ബാക്കിയുള്ള ജീവികളുടെയും എല്ലാം ഒരുപോലെയല്ല.
ഓക്കെ. ഇനി ദഹന വ്യവസ്ഥയും മദ്യപാനവും. നമ്മൾ മദ്യപാനം എത്ര കണ്ട് നമ്മളുടെ ആമാശയത്തേക്ക് ബാധിക്കുന്നുണ്ട് എന്നാണ്. ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണം ഉണ്ടാക്കാനും അൾസർ ഉണ്ടാവാനൊക്കെ മദ്യപാനം കാരണമാവുന്നുണ്ട്. അതേപോലെ കരൾ വീക്കത്തിന് കാരണമാവുന്നുണ്ട്. അതേപോലെ അന്നനാളം, വായ്, കരൾ, വൻകുടൽ ഇവിടെയൊക്കെ ക്യാൻസർ വരാനും മദ്യപാനം കാരണമാക്കുന്നുണ്ട്. ഇനി ഇവിടെ അമീബയിലെ പോഷണം കൂടെ കൊടുത്തിട്ടുണ്ട്. അമീബ ഒരു ഏകകോശ ജീവിയാണ്. ഒരു കോശം മാത്രമേ ഉള്ളൂ. അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ അമീബയുടെ ആ ഒരു ഏകകോശത്തിൽ വെച്ച് തന്നെയാണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ അമീബ ഭക്ഷണം, അതായത് ഇര പിടിക്കുന്നത് അതിൻ്റെ സ്യൂഡോപോഡിയ കപടപാദങ്ങൾ ഉപയോഗിച്ചാണ്. കപടപാദങ്ങൾ ഭക്ഷണത്തിനെ വളഞ്ഞ് പിടിച്ച് അതിനെ ഉള്ളിലേക്കാക്കും. എന്നിട്ട് അവിടെ ഒരു ഫുഡ് വാക്യൂള് ഫോം ചെയ്യും. അതായത് ഭക്ഷണത്തിന് ഫാനം ഉണ്ടല്ലോ, അമീബയിൽ ഒരു ഭക്ഷണ ഫാനം രൂപപ്പെട്ട് ആ ഫാനത്തിൻ്റെ ഉള്ളിലാക്കും ഭക്ഷണത്തിന്. അതിനുശേഷം അവിടെ നിന്ന് ഡൈജസ്റ്റ് ചെയ്ത് ഭക്ഷണം അവിടെ ആഗിരണം ചെയ്യും. എന്നിട്ട് വിസർജനം നടക്കുന്നതും സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഒരു സിംഗിൾ സെല്ലിൽ വെച്ചിട്ടാണ് അമീബയിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, വിസർജനം. ആ സ്റ്റെപ്പുകൾ നമ്മളുടെ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളുടെ പോലെ തന്നെയാണ്. ആഹാര സ്വീകരണം, ഇൻജഷൻ, ദഹനം, ഡൈജഷൻ, ആഗിരണം, അബ്സോർപ്ഷൻ, അതിനുശേഷം സ്വാംശീകരണം, അസിമിലേഷൻ ആൻഡ് ലാസ്റ്റ് വിസർജനം, എക്സ്ക്രീഷൻ. ഇതാണ് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ. ഇനി നമ്മളുടെ മാലിന്യം പുറത്തേക്ക് പോകുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളുടെ രക്തത്തിലേക്ക് എവിടെ നിന്നൊക്കെയാണ് മാലിന്യങ്ങളും അതേപോലെ തന്നെ ആവശ്യമുള്ള വസ്തുക്കളും എത്തുന്നത്. ഇപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ രക്തത്തിൽ എത്തുന്നുണ്ട്. അതേപോലെ കോശങ്ങളിൽ നിന്നാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് എത്തുന്നത്, അതായത് റിമൂവ് ചെയ്യാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. കരളിൽ നിന്ന് യൂറിയയാണ് രക്തത്തിലെത്തുന്നത്. അപ്പോൾ ആ യൂറിയയും റിമൂവ് ചെയ്യാനുള്ളതാണ്, അവിടെ ശേഖരിച്ച് വെക്കാനുള്ളതല്ല, നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. അതേപോലെ ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ എത്തുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആവശ്യം ഉള്ളതും ഇല്ലാത്തതൊക്കെ ബ്ലഡിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ആ ബ്ലഡിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആഹാരം ഡൈജഷൻ പറഞ്ഞു, പോഷണങ്ങളും നമുക്ക് അബ്സോർബ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് നമ്മളുടെ യൂറിയ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മളെ വൃക്കകൾ എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പലരും. അപ്പം നമ്മളുടെ ശരീരത്തിലുള്ള അധികമുള്ള യൂറിക് ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വൃക്കയിലെ അരിപ്പകളാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലുകളിൽ കൂടിയ അളവിൽ യൂറിയും ജലവും ഒക്കെ ഉണ്ടായിരിക്കും. വൃക്കയിൽ നിന്ന് പുറത്തു പോകുന്ന രക്തക്കുഴലുകൾ അതിൻ്റെ ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം അതിൽ കുറഞ്ഞ അളവിൽ രക്തവും ജലവും യൂറിയും മാത്രമേ അതിലുണ്ടാവുള്ളൂ. വൃക്കയുടെ ഉള്ളിലുള്ള നെഫ്രോൺസ് എന്ന അരിപ്പകളാണ് അതിനെ അരിച്ചെടുത്ത് യൂറിനാക്കിയിട്ട് പുറന്തള്ളുന്നത്. അപ്പം മൂത്രവാഹിയിലൂടെയാണ് യൂറിയും ജലവും മറ്റ് ഘടകങ്ങളും യൂറിനായിട്ട് പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ അത് നമ്മളുടെ ബ്ലഡിലേക്കും, അതായത് ബ്ലഡ് തിരിച്ച് നമ്മളുടെ ഓർഗൻസിലേക്കും പോവും. ഇതാണ് വൃക്കയിൽ നടക്കുന്ന പ്രവർത്തനം. ഓക്കെ. അപ്പോൾ വൃക്കയുടെ സ്ട്രക്ചർ ഇവിടെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഒരു പെയർ വൃക്കയാണ് ഉള്ളത്, അതായത് 2 വൃക്കകളാണ് ഉള്ളത്. ആ 2 വൃക്കകളും അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ മൂത്രവാഹിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ വൃക്കയിൽ നിന്ന് അരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന, ഫിൽട്ടർ ചെയ്തെടുക്കുന്ന യൂറിൻ മൂത്രാശയത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതായത് മൂത്രം ഒഴിക്കാനുള്ളത് തോന്നുമ്പോൾ മൂത്രാശയത്തിൽ നിന്ന് അത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് വൃക്കയുടെ സ്ട്രക്ചർ. അതേപോലെ തന്നെ നമ്മളുടെ വിസർജനം ത്വക്കിലൂടെയും നടക്കുന്നുണ്ട്. നമ്മളുടെ ഒരു സെൻസ് ഓർഗനാണ്, ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് നമ്മുടെ ത്വക്ക് എന്നറിയാം. അപ്പോൾ ത്വക്കിൽ വിയർപ്പ് ഗ്രന്ഥികളുണ്ട്, സ്വെറ്റ് ഗ്ലാൻസ്. അപ്പോൾ ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണമൊക്കെ വിയർപ്പിലൂടെ പുറന്തള്ളുന്നുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താനും വിയർക്കൽ സഹായിക്കുന്നുണ്ട്. പിന്നെ സസ്യങ്ങളിൽ വേസ്റ്റ് റിമൂവലാണ്. സസ്യങ്ങളിൽ കുറേയൊക്കെ അവർ വേസ്റ്റ് അവരുടെ തൊലികളിൽ സംഭരിച്ച് വയ്ക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ തൊലികൾ അടർന്നു പോകുമ്പോൾ ആ വേസ്റ്റ് അങ്ങനെ റിമൂവ് ചെയ്യും. പിന്നെ ചില പ്ലാന്റ്സ് അതിലുള്ള
പശകൾ, ഇപ്പം മാവൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലികളിൽ നിന്ന് വരുന്ന കറകളിലൂടെ അതിൻ്റെ മാലിന്യം പുറന്തള്ളുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും പ്ലാന്റ്സും അതിൻ്റെ മാലിന്യം വിസർജിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് ആഹാരവും ശുചിത്വവും എന്നൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ലെസണാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വായിച്ചു നോക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് കടക്കാം. പാർട്ട് 1 അവസാനത്തെ ലെസൺ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്നുള്ള ലെസണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് സർക്യൂട്ട്, എന്തൊക്കെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ ടോർച്ചിൻ്റെ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്, 3 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിനെ അവിടെ ഒരു കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൾബും ബാറ്ററിയും വയറും കൂടെ അവിടെ കണക്ട് ചെയ്ത് അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതായത് ബൾബ് അവിടെ പ്രകാശിക്കുന്നുണ്ട്. അതായത് ഒരു ഇതിൽ ഗ്യാപ്പ് വരുന്നില്ല. ഇതിനെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ബൾബ് പ്രകാശിക്കുമ്പോൾ അതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. ഇനി ഈ സന്ദർഭത്തിൽ ആദ്യത്തേതിലും രണ്ടാമത്തേതിലും അവിടെ ഗ്യാപ്പ് ഇടയിൽ വരുന്നുണ്ട്. ആദ്യത്തേതിലാണെങ്കിൽ ആ ബാറ്ററിയുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. രണ്ടാമത്തേതിലാണെങ്കിൽ ആ വയറ് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുറന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ ബൾബ് അവിടെ പ്രകാശിക്കില്ല. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തത് ഒരു ബസറിൻ്റെ ചിത്രമാണ്. അപ്പോൾ ആ ബൾബിന് പകരം ബസർ വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ബസറിൻ്റെ സൗണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി യൂസ് ചെയ്ത് നമ്മളവിടെ, അതായത് സെല്ലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററി ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇലക്ട്രോണിക് അപ്ലയൻസ്, അതായത് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ സിംബൽസൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് അതിൽ ആണിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആണിയിൽ കണക്ട് ചെയ്യുമ്പോൾ അത് കത്തുമെന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആണിയാണെങ്കിൽ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലേ. അതായത് ഇലക്ട്രിസിറ്റീനെ കടത്തിവിടുന്ന ഒരു വസ്തുവാണ് ആണി എന്ന് പറയുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും വസ്തുക്കളാണ്, ഇപ്പോൾ പേപ്പർ, മരക്കഷ്ണം, ഇതൊക്കെ ആണെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടില്ല. അപ്പോൾ അവിടെ ബൾബ് പ്രകാശിക്കില്ല. അപ്പോൾ നമ്മൾ ആണിയാണെങ്കിൽ കടത്തിവിടും, മരക്കഷ്ണവും പേപ്പറും കടത്തിവിടില്ല. സ്റ്റീൽ സ്പൂണാണെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടും. പ്ലാസ്റ്റിക് വയർ കടത്തിവിടില്ല. റബ്ബർ ബാൻഡ് കടത്തിവിടില്ല. ഈയക്കടലാസാണെങ്കിൽ വൈദ്യുതി കടത്തിവിടും. അപ്പോൾ അവിടെയൊക്കെ ബൾബ് പ്രകാശിക്കും. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങൾ എന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്നും പറയും. അപ്പോൾ ഇത്രയാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കേട്ടിട്ടുണ്ടാവും. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്, വൈദ്യുതി കടത്തിവിടാത്തവ ഇൻസുലേറ്റേഴ്സ്. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സിംബൽസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. വൈദ്യുത സെല്ല്, അതായത് നമ്മൾ ബാറ്ററി എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അതിൽ ഒന്നിനെ നമ്മൾ സെല്ല് എന്നാണ് പറയുക. അത് 2 അതിലധികമോ കൂടുമ്പോൾ മാത്രമാണ് നമ്മളതിനെ ബാറ്ററി എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണത്തിനെയാണ് സെല്ലെന്ന് പറയുക. അതിൻ്റെ സിംബൽ ഒരു വലിയ വരയും ഒരു ചെറിയ വരയും. ആ വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ബാറ്ററി, അത് 2 കൂട്ടി വെച്ചതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി 2 അല്ല, അതിൽ കൂടുതലും വേണമെങ്കിൽ വയ്ക്കാം. ബൾബ് പിന്നെ നമുക്കറിയാം അതിൻ്റെ സിംബൽ ഇങ്ങനെയാണ്. ബൾബ് പ്രകാശിക്കുമ്പോൾ നമ്മൾ അതിൽ ഓരോ ലൈൻസും കൂടെ ഇട്ടിട്ട് കാണിക്കും. പിന്നെ സ്വിച്ച് ഓൺ പൊസിഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് ക്ലോസ്ഡ് ആക്കിയിട്ട് കാണിക്കണം. സ്വിച്ച് ഓഫ് ചെയ്താൽ നമ്മളതിനെ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കണം. ഓക്കെ, ഇനി ബസറിൻ്റെ പിക്ചർ ഇങ്ങനെയാണ് കാണിക്കുക. പിന്നെ ഫ്യൂസ് ആണെങ്കിൽ ഇങ്ങനെ, പിന്നെ കമ്പിക്ക് നമ്മൾ ജസ്റ്റ് ഒരു ലൈനാണ് വരയ്ക്കാറ്. അപ്പോൾ ഇത്രയും സിംബൽസ് ഒന്ന് നോക്കി വെച്ചോളാം. ഇനി അടുത്തത് നമുക്ക് വിവിധ തരം സ്വിച്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ സ്വിച്ച്, ബെൽ സ്വിച്ച്, 2 വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, DP സ്വിച്ച്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. പിന്നെ വിവിധ തരം വയറുകൾ, മൾട്ടി സ്ട്രാൻഡഡ് വയർ, ലാമിനേറ്റഡ് വയർ, സർവീസ് വയർ, ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പി, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫ്യൂസ്, അതായത് നമ്മളുടെ ഹോമിൽ നമ്മുടെ വീടുകളിൽ സർക്യൂട്ടിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഓവർലോഡ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യൂസ് ബ്രേക്കായിട്ട് അവിടെ നമ്മളുടെ വീട്ടിലെ എല്ലാ അപ്ലയൻസസിനെയും സേഫാക്കി സംരക്ഷിക്കുക എന്നതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഫങ്ഷൻ. ഓക്കെ,
ഇവിടെ അതായത് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. നമുക്കറിയാം എല്ലാ വീടുകളിലും ഫ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഇടിമിന്നലൊക്കെ വരികയാണെങ്കിൽ ആ ഫ്യൂസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടുത്തെ എല്ലാ സർക്യൂട്ടിനെ മൊത്തത്തിൽ സംരക്ഷിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആ ഫ്യൂസിന് പകരം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് യൂസ് ചെയ്യുന്നത്, MCB. ഇത് കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഫ്യൂസിന് പകരം. അതായത് വൈദ്യുത പ്രവാഹം അമിതമായ തന്നെ അത് വിച്ഛേദിച്ച് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കാന്തവും വൈദ്യുതിയും. അപ്പം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തമായി മാറുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ അതൊരു നീഡിൽ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ നീഡിൽ മൂവ് ചെയ്യും. കാരണം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനൊരു പ്രൂവാണ്. കാന്തസൂചി നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സൂചി അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് സൂചി ചലിക്കും. അതിനർത്ഥം അതിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്രിസ്റ്റ്യൻ ഏഴ്സ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത്. അതായത് വൈദ്യുത കാന്തം നിർമ്മിച്ചത് അദ്ദേഹമാണ്. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. അതായത് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു പച്ചിരുമ്പ്, അതായത് ഒരു സാധനത്തിൻ്റെ ചുറ്റും, ഒരു ആണി പോലത്തെ ഒരു സാധനത്തിൻ്റെ ചുറ്റും കമ്പിച്ചുരുളുകൾ ചുറ്റിയിട്ട് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. എന്നിട്ട് 2 ആണികൾ അതിൻ്റെ അടുത്തേക്ക് കാണിക്കുമ്പോൾ ആ ആണികളിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് ചുറ്റും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ പച്ചിരുമ്പ് കാന്തമായിട്ട് മാറും. അതായത് താൽക്കാലികം കാന്തം, വൈദ്യുത കാന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ എഫക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന അപ്ലയൻസസ് ആണ് ഫാന്, ഇലക്ട്രിക് ബെല്ല്, വൈദ്യുത മോട്ടോർ. ഇതൊക്കെ അതിൻ്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്, ആ വൈദ്യുത കാന്തം എന്നുള്ള ഒരു തത്വം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈദ്യുത കാന്തത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗാർഹിക വൈദ്യുതിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് വൈദ്യുതി നിലയത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അതായത് ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അവിടെ ടർബൈൻ കറക്കി അങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിലത്തെ സ്റ്റാറിൻ്റെ എണ്ണം നോക്കിയിട്ട് വാങ്ങണം എന്നാണ് പറയുന്നത്. അതായത് സ്റ്റാറുകളുടെ എണ്ണം കൂടിയതാണ് കൂടുതൽ ഊർജ്ജക്ഷമതയുള്ള വസ്തുക്കൾ. അപ്പം നമ്മൾ കൂടുതൽ എണ്ണം സ്റ്റാറുകളുള്ള ഉപകരണങ്ങൾ നോക്കി വാങ്ങണം എന്നാണ് പറയുക. അതായത് 5 സ്റ്റാർ ഉള്ളത് നമ്മൾ നോക്കി വാങ്ങണം. ഓക്കെ, ഇനി വൈദ്യുത ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ: നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കാതിരിക്കുക, സ്വിച്ച് ഓഫ് ആക്കുക, പ്ലഗ് പിൻ ഊരിയെടുക്കാതിരിക്കുക, ഇൻസുലേഷൻ പോയ വയറുകൾ യൂസ് ചെയ്യാതിരിക്കുക, സ്വിച്ച് ഓഫ് ആക്കാതെ ബൾബ് മാറ്റിയിടാതിരിക്കുക. ഇനി ഷോക്ക് ഏറ്റാൽ നമ്മൾ ചെയ്യേണ്ടത് അത്രയും സീരിയസ് ആണെങ്കിൽ ആ ആളെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഊരി മാറ്റിയിട്ട് നമ്മൾ ആ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. എന്നിട്ട് ആളിനെ നമ്മൾ രക്ഷിക്കണം. അത്രയും ഗുരുതരമായ പരിക്കുകളാണെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതിന് മുന്നേ ശ്വാസോച്ഛ്വാസം ആവശ്യമാണെങ്കിൽ നമ്മൾ കൊടുക്കണം. നിസ്സാര പരിക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൈയും കാലൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം. അതായത് പെട്ടെന്ന് ബ്ലഡ് ഇടായതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയും കാലുകളൊക്കെ ഒന്ന് തടവിയിട്ട് ചൂടാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.